വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഷീനിന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 1 വീക്ക് എടുത്തു എന്ന് തോന്നുന്നു അത് ഡെലിവറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സൊക്കെ ഇഷ്ടമുള്ളത് യൂസ്ഫുൾ ആയിക്കോളൂല്ലോ, റിവ്യൂ കേട്ടാലെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ, ഇഷ്ടപ്പെടണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇന്നവേഴ്സും അതേപോലെ കർച്ചീഫ്സും അങ്ങനെയൊക്കെ ഉള്ളത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ സോക്സൊക്കെ ഇല്ലേ, അതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ കൂട്ടൊരു ഓർഗനൈസറാണ് കേട്ടോ. അടിയിൽ സിബ് വെച്ചിട്ട് ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം സെപ്പറേഷൻസൊക്കെ നല്ല സ്റ്റഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. നമുക്ക് നാട്ടിൽ മീഷോയിലൊക്കെ കാണാറുണ്ട് ഇത്. പിന്നെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാഗൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ഓർഗനൈസറാണ്. അപ്പോൾ എൻ്റെ ബാഗ്സൊക്കെ ഞാൻ നോർമലി വെറുതെ ഷെൽഫിൽ വയ്ക്കുകയോ ചെയ്യാറ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും 4 സെപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. 2 സൈഡിലും 4 വെച്ച് ടോട്ടൽ 8 ഉണ്ട്. 8 ബാഗ്സ് നമുക്ക് വെക്കാം. 8 ബാഗല്ല, അതിലും കൂടുതൽ വെക്കാം. കാരണം ഒരെണ്ണത്തിൽ തന്നെ ഒന്നിലധികം 1-2 ഒക്കെ വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ 4 ഒരു സൈഡിൽ വന്നതുകൊണ്ട് 3 വന്നുണ്ട്. അതായത് ടോട്ടൽ 6 ബാഗ്സിൻ്റെ സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് 8 എടുത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 8 വാങ്ങിക്കണേ. ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഷീനിലെന്ന് വെച്ചാൽ ചെറിയ പൈസയേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ലത് കിട്ടുകയും ചെയ്യും കേട്ടോ പ്രൊഡക്ട്സ്. ഇത് ഈ അരിയൊക്കെ നമുക്ക് കഴുകിയിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴുകിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് ഭയങ്കര ചെറുതായിപ്പോയി എന്നതാണ് ഒരു പ്രോബ്ലം ഉള്ളത്. പക്ഷേ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ പൗച്ച് എന്നൊക്കെ നമുക്ക് പറയാം. ചില്ലറ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ചെറിയൊരു പേഴ്സാണ്. പക്ഷെ ഞാൻ പേഴ്സ് അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ടായിന്. പക്ഷെ ഞാൻ ഇച്ചിരി ചെറുതാണ് പ്രതീക്ഷിച്ചത്. കോയിനൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് കുറച്ച് കുഞ്ഞതായിരിക്കും എന്നാണ് വിചാരിച്ചത്. എനിക്ക് ഇച്ചിരി കുഞ്ഞതായിരുന്നു ഇഷ്ടം. പക്ഷേ ഇത് ഇച്ചിരിയോടെ വലുപ്പമുണ്ട്. പക്ഷേ മോശമൊന്നുമല്ല, സംഭവം നല്ല പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് നമ്മുടെ കാർഡ്സൊക്കെ ഇട്ട് വയ്ക്കാവുന്ന ചെറിയൊരു പേഴ്സാണ്. കുറേ കാർഡ്സ് ഇട്ട് വയ്ക്കാം കേട്ടോ അതിനകത്ത്. അതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡ്രസ്സിൻ്റെയൊക്കെ നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ ഇറങ്ങിയിരിക്കുന്ന പോർഷൻ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഇതും ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, പല സൈറ്റിലും. ഇത് നമ്മുടെ അതിന് 2 സൈഡിലും ചെറിയൊരു കൊളുത്ത് പോലെ കാണാറില്ലേ, കൊളുത്തല്ല പക്ഷെ അതിങ്ങനെ നമുക്ക് നമ്മുടെ ബ്രായിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ വയ്ക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ആ നെക്കിൻ്റെ ആ ഇറങ്ങിയ പോർഷൻ അത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ 4 സെറ്റാട്ടോ. ഒരു വൈറ്റ്, ഓഫ് വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ അങ്ങനെ. ഇത് അടിച്ചത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മിനി ഫാനാണ്, നമുക്ക് കയ്യിൽ കൊണ്ടുനടക്കാനൊക്കെ പറ്റും. ചൂടത്ത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യണം കേട്ടോ. അത് അതിന് റേറ്റ് നല്ല കുറവുമാണ്. അതേപോലെ പക്ഷേ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അതിന് നല്ല കാറ്റും കിട്ടുന്നുണ്ട് അത് ഓൺ ചെയ്യുമ്പോൾ. നല്ല പ്രൊഡക്റ്റ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ കേട്ടോ, നല്ല യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് നമ്മുടെ ബാഗിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ലിംഗ് ബാഗ് കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല ഡിസൈനൊക്കെ അല്ലേ. പക്ഷെ അതിന് അത്ര ക്വാളിറ്റി അങ്ങോട്ടില്ല. പിന്നെ റേറ്റ് കുറവാണ്. ബട്ട് എന്നാലും അതിന് ഒരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ പോലെ തോന്നണു. അങ്ങനെയല്ല തോന്നുന്നു, പക്ഷെ എന്നാലും അങ്ങനെയാണ് പിടിക്കുമ്പോൾ തോന്നുക. ഒരു ചെറിയ സ്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്ലിങ്ങിനും അങ്ങനെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ ബാഗ് കാണാൻ രസമാണ്, നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പുറത്തൊക്കെ കൊണ്ടാവുന്ന കൂട്ടാണ്. നല്ല രസമുള്ള അതിൻ്റെ ഡിസൈൻ കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയത്. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ വാൾ സ്റ്റിക്കറാണ്. ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷേ എനിക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല. അത് വലിയൊരു അബദ്ധമായിപ്പോയി. കാരണം ഒന്നൊട്ടിച്ച് ശരിയായില്ല, കീറി അവസാനം തികയാതെ വന്നു. പിന്നെ ഞാനത് ഒട്ടിച്ചില്ല കേട്ടോ. പിന്നെ ഇതൊരു ബ്ലേഡ് പോലത്തെ സംഭവമാണ്. ശരിക്കും എൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. ഇത് ഇങ്ങനെ ചെറിയ നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാം. അതേപോലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ക്യൂട്ടായിട്ട് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്.
അതും നല്ലതാണ് കേട്ടോ. പിന്നെ അതിന് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയത് അതിൻ്റെ ആ ബ്ലേഡ് പോലത്തെ പോർഷൻ കുറച്ച് ലെങ്ത്തേ അതിനുള്ളൂ. അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പോലെ എനിക്ക് തോന്നി. കുറച്ചുകൂടെ നീളമുള്ളതാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. ഇത് ഞാൻ കുറേ നോക്കിയിരുന്ന് വാങ്ങിയതാട്ടോ. ഈ ടോട്ട് ബാഗിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കുന്ന ഒരു ഓർഗനൈസറാണ്. നമുക്ക് ടോട്ട് ബാഗിലൊക്കെ ഒരൊറ്റ വലിയ കമ്പാർട്ട്മെൻ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഇത് വെച്ചാൽ ഇതിന് ഒരുപാട് സെപ്പറേഷൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ എന്നെ പറ്റിയെന്ന് വെച്ചാൽ ഞാനിത് റിട്ടേൺ ചെയ്തു. കാരണം എൻ്റെ ബാഗിനകത്ത് ഇത് കയറും, പക്ഷെ കയറി കഴിഞ്ഞാലും ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റില്ല. ആ നടുഭാഗം ഇങ്ങനെ ചുരുങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് വെറുതെ എന്തിനാ എന്ന് വിചാരിച്ച് ഞാനത് റിട്ടേൺ ചെയ്തു. അതിൻ്റെ നോക്ക് 2 സിബുള്ള കൂട്ട് പോർഷൻ ഉണ്ടായില്ല. ആ നടുവിലത്തെ സിബുള്ള കമ്പാർട്ട്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റിയിട്ടും വയ്ക്കാം, ഒരു വലിയ കമ്പാർട്ട്മെൻറ്റായിട്ടും. പിന്നെ നമുക്ക് സിബില്ലാത്ത അങ്ങനത്തെ ഉള്ളിൽ വേറെ വേറെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അത് റിട്ടേൺ ചെയ്തു, എനിക്ക് യൂസ്ഫുൾ അല്ലാത്തത് കാരണം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സിപ്ലോ കവറൊക്കെ, അങ്ങനത്തെ കവറുകൾ സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇതിന് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സിപ്ലോ കവർ തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കും അതേപോലെ നമ്മൾ ഇപ്പം കടയിൽ നിന്നൊരു എന്തെങ്കിലും പാക്കറ്റിൽ പ്രൊഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ തമ്മിലൊരു വ്യത്യാസമില്ലേ. ഇപ്പോൾ ഇത് നോക്കുക, ഇതിനകത്ത് ഞാൻ ഇത് ഈ ഐറ്റംസൊക്കെ വന്ന ആ ഒരു കവറാണ്. അതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അത്രയും പോർഷൻ അങ്ങനെ സീലായ പോലെ വരും. ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ലോക്കാവും. പക്ഷേ നമ്മൾ ഈ സെയിം സാധനം നമ്മൾ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ എന്തിൻ്റെയും പാക്കറ്റിലുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്ലാസ്റ്റിക് വ്യത്യാസമായതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കും ആ പ്ലാസ്റ്റിക്കും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇങ്ങനത്തേൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇപ്പോൾ നമ്മൾ പരിപ്പ്, കടല അങ്ങനെയൊക്കെ പാക്കറ്റ് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ലെഫ്റ്റ് ഓവർ വന്നാൽ നമുക്കതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് എൻ്റെ കയ്യിൽ ഈ നെയിൽ കിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം മിസ്സായിപ്പോയി. അപ്പോൾ തൊട്ട് ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി നടക്കണതാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. ഇത് നല്ല യൂസ്ഫുള്ളായ പ്രൊഡക്റ്റാണ്. നമ്മുടെ ഇയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, ഇയർ ബാഗ്സ്, അങ്ങനത്തെ പ്രൊഡക്ട്സാണ് ഇത്. 5 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ് എന്ന് വെച്ചാൽ 3 ഏകദേശം ഒരേപോലത്തെ, 2 ഇച്ചിരി വ്യത്യാസമുള്ള. പക്ഷെ അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേഴ്സാണ്. കുറച്ചല്ല, ഞാനത് 3 വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. സൈറ്റിൽ നല്ല രസമുണ്ട്, ഇതിലും വലിയ കുഴപ്പമില്ല കാണാൻ. ഒറ്റയടിക്ക് നമുക്ക് കാണാൻ നോക്കുമ്പോൾ സംഭവം കുഴപ്പമില്ല. പക്ഷെ ഒട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഭയങ്കര ചീപ്പായിട്ട്. പക്ഷെ അതിന് അത്യാവശ്യം കാർഡ് വയ്ക്കാനും അതേപോലെ കോയിൻ ഇടാനും അങ്ങനെയൊക്കെ എല്ലാത്തിനും സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കാൻ എനിക്ക് തോന്നി അതിൻ്റെ ക്വാളിറ്റി അത്ര പോരാന്ന് തോന്നി. പക്ഷേ ഞാൻ റിട്ടേൺ ചെയ്തില്ല. ഞാൻ 3 വാങ്ങിയായിരുന്നു. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ഏട്ടന്, ഒരെണ്ണം എൻ്റെ അനിയത്തിക്ക്. ഇത് ശരിക്കും ജെൻസിൻ്റെയാണ്. പക്ഷേ എനിക്ക് കുഞ്ഞിത് മതി എന്നുള്ളതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി വാങ്ങിയതാണ്. എൻ്റെ റിട്ടേൺ ചെയ്തില്ല. പക്ഷേ മറ്റേത് 2 ഞാൻ റിട്ടേൺ ചെയ്തു. കാരണം അത്ര ക്വാളിറ്റി ഇല്ലാത്ത കാരണം. പിന്നെ എന്നാന്ന് വെച്ചാൽ കണ്ടോ 3 ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ, ഈ സൈറ്റിൽ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയതാണ്. പക്ഷേ സംഭവം കൈ കിട്ടിയപ്പോൾ അത്ര ക്വാളിറ്റി പോരാ. പക്ഷെ എന്നാലും ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗി. അങ്ങനെ പെട്ടെന്ന് കണ്ടാലൊന്നും അതിൻ്റെ ക്വാളിറ്റി കുറവ് പറയില്ല, തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിങ്കിലൊക്കെ ഉപയോഗിക്കില്ലേ, വെള്ളം കുറച്ചധികം സ്പ്രേ പോലെ വരാനായിട്ട്. ഇതാട്ടോ ആ 2 ഓർഗനൈസേഴ്സ്. ഒന്ന് ബാഗ് ഓർഗനൈസ് ചെയ്യുന്നതും മറ്റത് ഇന്നേഴ്സും സോക്സ് അങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും. ഇതല്ല അടിപൊളിയാണ്, രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ പൈപ്പിൽ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനിങ്ങനെ പൈപ്പിൽ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഒരു ലോക്ക് പോലത്തെ സംഭവമുണ്ട്, അത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ആ യെല്ലോ കളർ കണ്ടില്ലേ, അത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, തന്നെ ടൈറ്റായി വരും കേട്ടോ. പക്ഷെ അത് ആദ്യം എനിക്കൊരു ടെക്നിക്ക് മനസ്സിലായില്ല, ഞാൻ ലോക്ക് ചെയ്തില്ലായിരുന്നു, പിന്നെയാണ് അത് ചെയ്തത്. അത് ഞാൻ വിചാരിച്ചു ടൈറ്റായപ്പോൾ വേഗം ടൈറ്റായെന്നാണ്, പക്ഷെ അത് ഊരിപ്പോന്നു പിന്നെ. അപ്പോൾ ഞാൻ പിന്നെ അത് ലോക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അത് വെച്ചിട്ട് ആ യെല്ലോ സാധനം
ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയി കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.